ശ്രീ ഓങ്കാരേശ്വര ജ്യോതിർലിംഗം. ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാർ മൂവരുമായി ബന്ധമുള്ളതാണ് ഈ ജ്യോതിർലിംഗത്തെ സംബന്ധിക്കുന്ന കഥ. സ്കന്ദപുരാണം, ശിവപുരാണം, വായുപുരാണം എന്നിവകളിൽ ഓങ്കാരേശ്വര ജ്യോതിർലിംഗത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് പരാമർശിക്കുന്നു. വിന്ധ്യപർവ്വതം ഒരു കാലത്ത് തെറ്റായ ഒരു ഭ്രമത്തിൽ അകപ്പെട്ടു. താൻ തന്നെയാണ് ഭൂമിയിലെ ഏറ്റവും വലിയ പർവ്വതം എന്ന അഹങ്കാരം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വർദ്ധിച്ചു വന്നു. ദേവർഷി നാരദൻ ആ സമയത്ത് നാരായണനാമം ജപിച്ചുകൊണ്ട് വിന്ധ്യപർവ്വതത്തിൽ എത്തുകയുണ്ടായി. വിന്ധ്യൻ അദ്ദേഹത്തോട് തൻ്റെ മനസ്സിലുള്ള ധാരണ പങ്കുവച്ചു. വിന്ധ്യനെ അഹങ്കാരത്തിൻ്റെ ആകാശത്തിൽ നിന്നും പൃഥ്വിയിലേക്ക് കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണെന്ന് നാരദ മഹർഷി നിശ്ചയിച്ചു. അദ്ദേഹം വിന്ധ്യനോട് പറഞ്ഞു, അങ്ങനെയൊരു ധാരണ വളരെ നല്ലത് തന്നെയാണ്. എന്നാലും അങ്ങേക്ക് തെറ്റു പറ്റിയിട്ടില്ലേ എന്ന് നാം സംശയിക്കുന്നു. ചിലപ്പോൾ നമ്മുടെ വാക്കുകൾ അസത്യമാവാനും തരമുണ്ട്. വിന്ധ്യൻ: തെറ്റു പറ്റിയിട്ടുണ്ടെന്നോ? അങ്ങയുടെ വാക്കുകൾ അസത്യമാവുകയില്ല. പറയൂ മഹർഷേ, നമ്മേക്കാൾ വിരാടരൂപമുള്ള പർവ്വതം ഏതാണ്? നാരദ മഹർഷി: അത് മേരു പർവ്വതമല്ലേ എന്ന് നാം ആശങ്കപ്പെടുന്നു. വിന്ധ്യൻ: മേരുവോ? എങ്കിൽ ഈ സൃഷ്ടിയിലെ ഏറ്റവും വലിയ പർവ്വതമാകുവാൻ നാം എന്താണ് ചെയ്യേണ്ടത്? മഹാദേവനെ തപസ് ചെയ്യുവാനും അദ്ദേഹത്തിൽ നിന്നും വരം പ്രാപ്തമാക്കുവാനും നാരദ മഹർഷി വിന്ധ്യനെ ഉപദേശിച്ചു. വിന്ധ്യൻ്റെ ഭക്തിയിലും കഠിനമായ തപസ്സിലും പ്രീതനായ മഹാദേവൻ പ്രത്യക്ഷനായി വിന്ധ്യപർവ്വതം തൻ്റെ ആഗ്രഹത്തെ അറിയിച്ചു. അല്ലയോ മഹാദേവ, അങ്ങയുടെ കൃപയാൽ നമുക്ക് വിരാടമായ രൂപമാണുള്ളത്. എന്നാൽ നമ്മേക്കാൾ വലുതായി ഈ സൃഷ്ടിയിൽ ഒരു പർവ്വതവും ഉണ്ടാകരുത്. അതുകൊണ്ട് നമ്മുടെ ഇച്ഛയ്ക്കനുസരിച്ച് വലുതാകാനുള്ള വരം നൽകിയാലും പ്രഭോ. മഹാദേവൻ പറഞ്ഞു, നിശ്ചയമായും നീ ആഗ്രഹിച്ച വരം നാം നൽകുന്നതാണ്. എന്നാൽ നീ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതാണ്. ഈ സൃഷ്ടിയിൽ ഏവരുടെയും ആകാരത്തിന് അതിൻ്റേതായ മഹത്വമുണ്ട്. ഒരു വ്യക്തിയുടെ ആകാരം അവൻ്റെ ഉത്തരവാദിത്തത്തിനനുസരിച്ചും അവന് ചെയ്യുവാനുള്ള കർമ്മത്തിനും ഈ പ്രപഞ്ചത്തിൻ്റെ സന്തുലിതാവസ്ഥയ്ക്ക് ആധാരമായ അനുപാതത്തിലുമാണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. നീ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. നിന്റെ ആഗ്രഹം സഫലമാകുന്നതിലൂടെ ഈ പ്രപഞ്ചത്തിന് ആപത്തുകൾ ഒന്നും തന്നെ സംഭവിക്കാൻ പാടുള്ളതല്ല. അങ്ങനെ സംഭവിക്കുകയില്ല എന്ന് മഹാദേവന് വിന്ധ്യപർവ്വതം വാക്കുകൊടുത്തു. അഹങ്കാരത്തിന് ഒരിക്കലും സത്യം ദർശിക്കുവാൻ സാധിക്കുകയില്ല. അതിപ്പോൾ മനുഷ്യനായാലും പർവ്വതമായാലും ഒരു ചെറിയ പ്രാണിയാണെങ്കിലും. ചേതനയുടെ വിശാലതയും ആകാരത്തിൻ്റെ വിശാലതയും തമ്മിൽ ഒരു ബന്ധവുമില്ല എന്ന കാര്യം മനസ്സിലാക്കുവാൻ വിന്ധ്യപർവ്വതത്തിന് കഴിഞ്ഞില്ല. അത് വളർന്നുകൊണ്ടേയിരുന്നു. അതിശീഘ്രം തന്നെ പൃഥ്വിയിലെ ഏറ്റവും വലിയ പർവ്വതമായി അത് വളർന്നു. അതുകൊണ്ടും തൃപ്തനാകാതെ തൻ്റെ വലിപ്പത്തിൽ ആനന്ദിച്ചുകൊണ്ട് അവൻ വീണ്ടും വീണ്ടും വലുതാകാൻ തുടങ്ങി. പൃഥ്വിദേവിക്ക് വിന്ധ്യപർവ്വതത്തിൻ്റെ ഭാരം അസഹനീയമായി തീർന്നു. വിന്ധ്യൻ്റെ ശിഖരങ്ങളാൽ സകല ദേവന്മാർക്കും ഗ്രഹങ്ങൾക്കും അവരവരുടെ കർത്തവ്യങ്ങൾ നിർവഹിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടാകുവാനും തുടങ്ങി. അവർ പരാതികളും പ്രാർത്ഥനകളുമായി ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാരെ സമീപിച്ചു. ത്രിമൂർത്തികൾ ദേവന്മാരെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, തൊടുത്തുവിട്ട ബാണത്തെ പിൻവലിക്കുക സാധ്യമല്ല. എന്നാൽ അതിൻ്റെ ദിശയിൽ വ്യതിയാനമുണ്ടാക്കുവാൻ സാധിക്കുന്നതാണ്. ഈ ദൗത്യം ദേവന്മാർ നാരദ മഹർഷിയെ ഏൽപ്പിക്കുകയും ചെയ്തു. നാരദ മഹർഷി വിന്ധ്യനെ സമീപിച്ചു. വീണ്ടും വലുതാകുവാനുള്ള അവൻ്റെ ആഗ്രഹത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, നീ ഇപ്പോൾ ഭൂമിയിലല്ലല്ലോ വിന്ധ്യ. അതിനാൽ ഈ പ്രപഞ്ചത്തിൻ്റെ വലുപ്പത്തോടാണ് നിന്റെ വലുപ്പത്തെ തുലനം ചെയ്യേണ്ടത്. വിന്ധ്യന് അത് ശരിയാണെന്ന് തോന്നി. ഈ പ്രപഞ്ചത്തേക്കാൾ വലുതാകണമെന്ന് നിശ്ചയിച്ച് വീണ്ടും തൻ്റെ ആകാരത്തെ വലുതാക്കാനും തുടങ്ങി. അങ്ങനെ വലുതായിക്കൊണ്ടിരിക്കുമ്പോൾ അവനൊരു ശബ്ദം കേട്ടു. അത് ഓങ്കാരധ്വനിയായിരുന്നു. ഓങ്കാരധ്വനി എങ്ങും നിറഞ്ഞു നിൽക്കുന്നതായി അവന് പ്രതീതമായി. കുറച്ചുകൂടി വലുതായപ്പോൾ അവന് രുദ്രാക്ഷത്തിൻ്റെ ദർശനമുണ്ടായി. താൻ രുദ്രാക്ഷത്തിൽ ചേർന്നിരിക്കുന്ന ഒരു തുള്ളിയേക്കാൾ വളരെ ചെറുതാണ് എന്ന് അവൻ കാണുകയും ചെയ്തു. വിന്ധ്യൻ്റെ അഹങ്കാരം ശമിക്കാൻ തുടങ്ങി. അവൻ വിനയാന്വിതനായി. മഹാദേവനെ ശരണം പ്രാപിച്ചുകൊണ്ട് തനിക്ക് തന്ന വരം തിരിച്ചെടുക്കണമെന്നും തൻ്റെ ഉള്ളിലെ ഭ്രമത്തെ അകറ്റി ശരിയായ ദിശ പ്രദാനം ചെയ്യണമെന്നും പ്രാർത്ഥിച്ചു. മഹാദേവൻ വിന്ധ്യനോട് പറഞ്ഞു, സുഖവും സന്തോഷവും സംതൃപ്തിയുമെല്ലാം ആന്തരികമായ അനുഭൂതികളാണ്. അവയെ ആകാരത്തിലൂടെ പ്രാപ്തമാക്കുവാൻ സാധിക്കുന്നതല്ല.
ആകാരത്തെ ആധാരമാക്കുകയാണെങ്കിൽ അവിടെ അഹങ്കാരം മാത്രമാണ് ജന്മമെടുക്കുക. ഒരുവന്റെ ആകാരം ചെറുതാണെന്ന് ചിന്തിച്ചാൽ അവനേക്കാൾ ചെറുതായി മറ്റെന്തെങ്കിലും ഉണ്ടാകുമെന്നതും നിശ്ചയമാണ്. അതുപോലെ വലുതെന്ന് അഹങ്കരിച്ചാൽ അതിനേക്കാൾ വലുതായി വേറെയും ഉണ്ടാകും എന്നതും ഈ പ്രപഞ്ചതത്വമാണ്. അതിനാൽ ആകാരത്തെ തുലനം ചെയ്തുകൊണ്ട് ഒരിക്കലും ശാശ്വതമായ സുഖം പ്രാപ്തമാക്കാൻ സാധിക്കുന്നതല്ല. വിന്ധ്യൻ അപേക്ഷിച്ചു. ഒരിക്കലും ഭ്രമത്തിൽ അകപ്പെടാതിരിക്കുന്നത് എങ്ങനെയാണ് മഹാദേവ? ഇതിൽ നിന്ന് നമ്മെ രക്ഷിച്ചാലും പ്രഭു. മഹാദേവൻ നിശബ്ദനായി. അവിടമെല്ലാം അവർക്കു ചുറ്റും ഓങ്കാരധ്വനിയാൽ മുഖരിതമായി. വിന്ധ്യപർവ്വതം ചോദിച്ചു, ഓങ്കാരത്തിൻ്റെ അർത്ഥമെന്താണ് എന്ന് മനസ്സിലാക്കി തന്നാലും മഹാദേവ. ഓം ബ്രഹ്മണേ നമഃ, ഓം വിഷ്ണുവേ നമഃ, ഓം നമഃശിവായ, ഇവയിലെ ഓങ്കാരം എന്താണ് പ്രഭു? മഹാദേവൻ: ഓം എന്നത് ഒരു വാക്കാണ്. വാക്ക് സൃഷ്ടിയിലാണുള്ളത്. എന്നാൽ സമസ്ത സൃഷ്ടിയും ഓങ്കാരത്തിലാണുള്ളത്. ഓങ്കാരത്തെ നിർവചിക്കുവാൻ നമുക്ക് സാധിക്കുകയില്ല. അനുഭവിച്ചറിയുവാൻ മാത്രമേ സാധിക്കൂ. അതിനാൽ ഓങ്കാരം വാക്കുകൾക്ക് അതീതമാണ്. ഓങ്കാരത്തിൻ്റെ അനുഭൂതി ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ വ്യക്തിയുടെ മനസ്സ് എല്ലാവിധത്തിലുമുള്ള ചിന്തകളിൽ നിന്നും മുക്തമായി പൂർണ്ണമായും ശാന്തമായിരിക്കേണ്ടതാണ്. വിന്ധ്യൻ: എന്തുകൊണ്ടാണ് മഹാദേവ ത്രിമൂർത്തികളുടെ നാമത്തിനു മുൻപിൽ ഓങ്കാരത്തെ ഉച്ചരിക്കുന്നത്? മഹാദേവൻ: ഓങ്കാരം ഉച്ചരിക്കുമ്പോൾ മനസ്സ് പവിത്രമാകുന്നു. പൂർണ്ണമായ ഭക്തിയിലേക്ക് മനസ്സിനെ നയിക്കാൻ അത് പ്രാപ്തമാക്കുന്നു. ത്രിമൂർത്തികൾ മൂന്നും ഒന്നു തന്നെയാണ്. എന്നാൽ അവരവർക്കിഷ്ടമുള്ള മൂർത്തിയെ ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കുമുണ്ട്. ആത്മാർത്ഥതയോടെയും ഏകാഗ്രതയോടെയും ഓങ്കാരം ഉച്ചരിക്കുകയാണെങ്കിൽ ഞങ്ങൾ മൂവരുടെയും സാമീപ്യത്തിൻ്റെ അനുഭൂതി ഒരേ സ്ഥലത്ത് തന്നെ ഉണ്ടാകുന്നതാണ്. ഓങ്കാരത്തിൽ ത്രിമൂർത്തികൾ മൂവരുടെയും ഊർജം അടങ്ങിയിരിക്കുന്നു. വിന്ധ്യപർവ്വതം ഭക്തിയോടെ ഓങ്കാരത്തെ ജപിച്ചു. ബ്രഹ്മാവും വിഷ്ണുവും തൽക്ഷണം അവിടെ പ്രത്യക്ഷരായി. വിന്ധ്യപർവ്വതം അപേക്ഷിച്ചു, അല്ലയോ മഹാദേവ, നമ്മെപ്പോലെ ഭ്രമത്തിൽ അകപ്പെട്ടവർക്ക് മാർഗദർശനം നൽകാൻ അങ്ങയുടെ സാന്നിധ്യം ഇവിടെ സദാ ഉണ്ടാകണമെന്ന് നാം ആഗ്രഹിക്കുകയാണ്. ഒരു ശിവലിംഗം അങ്ങിവിടെ പ്രതിഷ്ഠിച്ചുകൊണ്ട് നമ്മെ അനുഗ്രഹിക്കുകയില്ലേ? മഹാദേവൻ പറഞ്ഞു, അങ്ങനെ തന്നെയാകട്ടെ. ഞങ്ങൾ മൂവരുടെയും ഊർജത്തെ സന്തുലിതമാക്കിക്കൊണ്ട് ഇവിടെ പ്രതിഷ്ഠിതമായ ഈ ശിവലിംഗം ഓങ്കാരേശ്വര ശിവലിംഗം എന്ന് പ്രസിദ്ധമാകുന്നതാണ്. ശുദ്ധമായ മനസ്സോടെ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നവർക്കെല്ലാം ഓങ്കാരേശ്വരൻ്റെ മാർഗദർശനം പ്രാപ്തമാകുന്നതുമാണ്. ഓങ്കാരത്തിന് 3.5 ഭാഗങ്ങളാണുള്ളത്. ഓ, ഊ, മാ എന്ന 3 നാദങ്ങളും അവയ്ക്ക് ശേഷം എല്ലാം ലയിക്കുന്ന അംശമായ ശൂന്യതയുമാണുള്ളത്. അനന്തമായ ശാന്തത. ഓ ഉച്ചരിക്കുമ്പോൾ ബ്രഹ്മസ്ഥാനമാണ് സ്പന്ദിക്കുന്നത്. അതായത് ഉദരത്തിന് തൊട്ട് താഴെയാണിത്. ഊ ഉച്ചരിക്കുമ്പോൾ സ്പന്ദനം അനുഭവപ്പെടുന്നത് അതിനു മുകളിൽ ഹൃദയത്തിന് തൊട്ട് താഴെയാണ്. അത് വിഷ്ണുസ്ഥാനമാണ്. ഈ ധ്വനി സാക്ഷാൽ നാരായണനോടൊപ്പമാണ് സ്പന്ദിക്കുന്നത്. ഇനി മാ. ഇതിൻ്റെ സ്പന്ദനം ഖണ്ഡത്തിലാണ്. അതായത് നമ്മൾ ഏവരുടെയും ഖണ്ഡത്തിൽ ശിവനും സദാ വസിക്കുന്നു. മധ്യപ്രദേശിൽ നർമ്മദ, കാവേരി നദികളുടെ തീരത്ത് മന്ദാത അല്ലെങ്കിൽ ശിവപുരി എന്നറിയപ്പെടുന്ന ദ്വീപിലാണ് ഓങ്കാരേശ്വര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. 2 ശിവലിംഗങ്ങൾ പ്രതിഷ്ഠിച്ചിരിക്കുന്ന 2 പ്രധാന ക്ഷേത്രങ്ങൾ ഇവിടെയുണ്ട്. ഒന്നിൽ ഓങ്കാരേശ്വരനും രണ്ടാമത്തേതിൽ അമലേശ്വരനുമാകുന്നതായാണ് പ്രതിഷ്ഠ. ഓങ്കാരേശ്വര ക്ഷേത്രവും പരിസരവും നർമ്മദാ നദിയുടെയും ചുറ്റുമുള്ള കുന്നുകളുടെയും അതിമനോഹരമായ കാഴ്ചകൾ പ്രദാനം ചെയ്യുന്നു. ആരാധനാലയം മാത്രമല്ല, വാസ്തുവിദ്യയുടെയും പ്രകൃതിദത്തമായ അത്ഭുതങ്ങളുടെയും ഇടം കൂടിയാണ് ഓങ്കാരേശ്വര ക്ഷേത്രം. ഓങ്കാരേശ്വര ക്ഷേത്രത്തിന് സമീപമുള്ള ഒരു ഗുഹയിലാണ് ആദിശങ്കരൻ തൻ്റെ ഗുരുവായ ഗോവിന്ദ ഭഗവത്പാദരെ ആദ്യമായി കണ്ടത് എന്ന് പറയപ്പെടുന്നു. ശിവക്ഷേത്രത്തിന് തൊട്ടു താഴെയായി ഈ ഗുഹ ഇപ്പോഴും കാണാം. മഹാശിവരാത്രി, ശ്രാവണമാസം, കാർത്തിക പൂർണിമ എന്നീ ഉത്സവ ദിവസങ്ങളിൽ ശിവഭക്തരായ ലക്ഷക്കണക്കിന് ഭക്തർ ഭാരതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ദർശനപുണ്യം നേടുവാനായി ഇവിടെ എത്താറുണ്ട്.